ജുമയിലേക്ക് നടക്കുന്ന സാഹചര്യം വളരെ ശ്രദ്ധിക്കുക. നല്ല വസ്ത്രം ധരിച്ച് നല്ല സുഗന്ധം പൂശി ജുമയിലേക്ക് നടക്കുക. നടക്കൽ തന്നെയാണ് സുന്നത്തെ. ജുമയ്ക്ക് വാഹനത്തിൽ പോകൽ കറാഹത്താകുന്നു. മടങ്ങൽ വാഹനത്തിലാകാം, എന്നാൽ പോകുന്നത് ഒന്ന് പോകേണ്ടത് നടന്നിട്ടാണ്. രണ്ട് അത്വരത്വരീക്കിനെ തെരഞ്ഞെടുക്കേണ്ടതാണ്. വഴികളിൽ ഏറ്റവും നീളം കൂടിയ വഴിയിലാണ്. തന്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഏറ്റവും കൂടുതൽ ദൂരമുള്ള വഴിയിലൂടെയാണ് ജുമയ്ക്ക് പോകേണ്ടത്. എന്നാൽ മടങ്ങുമ്പോൾ അഖറബു ത്വരീഖിൽ മടങ്ങാം, സുന്നത്ത്. ഒന്ന് വാഹനം ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ജുമ വേണ്ടെന്നാണ് നമ്മൾ പറയാ. ഞാനൊരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിക്കുക, എങ്ങനെടാ ഓട്ടം ഉണ്ടോ? അപ്പൊ പറഞ്ഞു, ഉസ്താദ് എങ്ങനെ ഓട്ടം ഇല്ലാതിരിക്കുക, ഈ വളവിലേക്ക് ഓട്ടോറിക്ഷ വിളിക്കുന്നവരപ്പം നമ്മളെ ആളുകള്. ഞാൻ ഇത്തനോട് ചോദിച്ചു, എങ്ങനെയാടാ ഓട്ടമൊക്കെ ഉണ്ടോ? അപ്പൊ എന്നോട് ചോദിക്കുക, എങ്ങനെ ഓട്ടം ഇല്ലാതിരിക്കുക, ഈ കാണുന്ന വളവിലേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ നമ്മളെ ആളുകൾ പോവുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ഇതാ നമ്മളെ സമുദായം. നടന്നു പോകണമെങ്കിൽ തൽക്കാലം ഇനിയിപ്പോൾ ആ സുന്നത്ത് വേണ്ട നമ്മൾ പറയും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നടക്കണമെന്ന് മാത്രമല്ല അത്വരു ത്വരീഖിനെ തെരഞ്ഞെടുക്കേണ്ടതാണ്. മടങ്ങുമ്പോൾ അഖ്സറു ത്വരീഖിനെയും തെരഞ്ഞെടുക്കേണ്ടതാണ്. ഏറ്റവും നീളം കൂടിയ വഴിയിൽ പോവുക, ഏറ്റവും നീളം കുറഞ്ഞ കുറുക്കൊഴിക്ക് മടങ്ങിപ്പോരാ. എന്തുകൊണ്ട് അഅലമുന്നാസി അജ്റൻ അബ്അദഹും മംശാ ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. തലച്ചോറ് തുറന്നു കേക്ക്, ഇങ്ങോട്ട് കേക്ക്. ഈ പറഞ്ഞത് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാ പറയുന്നത്. അഅലമുന്നാസി അജ്റൻ അബ്അദഹും മംശാ. മനുഷ്യന്മാരെ കൂട്ടത്തിൽ ജുമഅക്ക് വരുന്ന ജമാഅത്തിന് വരുന്നവരിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന ആളുകൾ അബ്അദഹും മംശാ, ഏറ്റവും ദൂരത്തിൽ നിന്ന് നടന്നു വരുന്നവരാണ്. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ നോക്കൂ, നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ബനു സലമ ഗോത്രക്കാരുടെ വീട് മദീന പള്ളിയുടെ വളരെ അകലെയായിരുന്നു. പള്ളിയുടെ അടുത്ത് ഒരു സ്ഥലം ലഭിച്ചപ്പോൾ ബനു സലമ ഗോത്രക്കാര് തീരുമാനിച്ചു, നമുക്ക് നമ്മളെ വീട് ഒഴിവാക്കിയിട്ട് ആ വീടെടുക്കാം. ഈ വാക്ക് മനസ്സിലാകണില്ലേ? പള്ളിന്റെ അടുത്തേക്ക് വന്ന് വീടെടുക്കാൻ ബനു സലമ ഗോത്രക്കാർ തീരുമാനിച്ചു. ഇത് ഹബീബായ റസൂൽ പറഞ്ഞപ്പോൾ പറഞ്ഞു, ദിയാറക്കും ആ വീട് അവിടെ തന്നെ താമസിച്ചാൽ മതി. നേരത്തിന് വെയിൽ കൊണ്ട് മടങ്ങി വന്നിട്ട് നടന്നു പോയിക്കോ. എന്തുകൊണ്ട് നിങ്ങളെ ഈ ചവിട്ടടി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ ഈ ചവിട്ടടി എഴുതുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ നടന്നു പോണ ചവിട്ടടി എഴുതുന്നുണ്ട്. ലം യുഖത്ത ഖുത്വത്തുൻ ഇല്ലാ റുഫിഅത് ബിഹാ ദറജ വഹുത്ത ബിഹാ അൻഹു ഖതിയ. ഖാല റസൂലുള്ളാഹി. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയതാണ്. ഒരു ചവിട്ടടി രണ്ട് കാല് വെക്കണല്ലോ ഒരു ചവിട്ടിന്, മനസ്സിലാവണില്ലേ? പൊക്കുന്ന കാലിന് ദറജ ഉയർത്തി കൊടുക്കുകയും വെക്കുന്ന കാലിന് ദറജ തിന്മ മായ്ച്ചു കൊളിക്കുകയും ചെയ്യും. മനസ്സിലായില്ല? പൊക്കുന്ന കാലിന് ഒരു കാല് പൊക്കിയപ്പോൾ പൊക്കി ഇങ്ങനെ വെക്കണ്ടേ, പൊക്കിയപ്പോൾ ഒരു ദറജ ഏറ്റിക്കൊടുത്തു. വെച്ചപ്പോൾ അപ്പോൾ കാല് പറിച്ച് ചവിട്ടിയപ്പോഴത്തിന് എത്ര കൂലി കിട്ടി? രണ്ട്. ഒരു നന്മ എഴുതി, ഒരു തിന്മ ഇല്ലാതെയായി. എവിടെയാ ഹദീസ്? സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. നടന്നു പോവാ. ഒരു ഹദീസ് നിങ്ങൾ കേട്ടോളൂ. ഈ ഹദീസ് അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, നസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന ഹദീസ് ബുഖാരിയിലുമുണ്ട്. എന്താ? ഔസ് ഇബ്നു ഔസിന് ഖാല റസൂലുള്ളാഹി മൻ ഗസ്സല വഗ്തസല യൗമൽ ജുമുഅ. ഒരു വെള്ളിയാഴ്ച രാത്രി തന്റെ ഭാര്യയോട് ബന്ധപ്പെട്ടു. എന്നിട്ട് രാവിലെ അവൻ കുളിക്കുകയും ചെയ്തു. വബക്കറ, എന്നിട്ട് അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. വബുത്തക്കറ, അതിരാവിലെ എത്തുകയും ചെയ്തു. ബക്കറ വബുത്തക്കറ റസൂലൊക്കെ എഴുതിക്കുട്ടി പറഞ്ഞ അതിരാവിലെ ഇറങ്ങിയിട്ട് അതിരാവിലെ എത്തി. നമ്മൾ ഇറങ്ങൽ അതിരാവിലെ ഇറങ്ങും, പള്ളിയിൽ എത്തുമ്പോഴത്തിന് 12 മണിയോ. മനസ്സിലായില്ല? ബക്കറ വബുത്തക്കറ. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, എന്തിനാ ഈ ബക്കറ വബുത്തക്കറ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ബക്കറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറങ്ങിയേ ഉള്ളൂ. വബുത്തക്കറ പള്ളിയിൽ ഹാജരായി, അതിരാവിലെ ഇറങ്ങിയിട്ട്. അപ്പോഴാണ് ഏതോ ഒരു എൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ എൻ്റെ ഒരു 10 സെന്റ് വെക്കുന്ന കാര്യം പറഞ്ഞു. അപ്പൊ പിന്നെ അതിൻ്റെ ഒപ്പാണ് പോയി. പിന്നെ അന്നത്തെ വലദിക്റുല്ലാഹി വല്ലാഹു അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ പറഞ്ഞപ്പോഴാണ് അവസാനത്തെ ചെരുപ്പ് വെക്കുന്നിടത്താ പിന്നോം വരുന്നത്. അതുകൊണ്ട് കാര്യമല്ല.
ബക്കറ അതിരാവിലെ ഇറങ്ങാം, വബ്തക്കറ എന്നിട്ട് അതിരാവിലെ എത്തുക, വമശ നടന്നു പോക, വലം യർകബ് വാഹനത്തിൽ കയറാൻ പാടില്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞു? വദനാലിൽ ഇമാമി ഇമാമിനോട് പരമാവധി അടുത്ത് നിൽക്കുക. അതവന് കഴിയുമല്ലോ, കാരണം ഇവൻ എപ്പോ പോയിട്ടുണ്ട്? അതിരാവിലെ. നല്ല പോലെ ശ്രദ്ധിച്ച് കേൾക്കാം. വലം യൽഗ അതിന്റെ ഇടയിൽ ഒരു ലഘുവായ അനാവശ്യം പറയാതിരിക്കുക. എങ്കിൽ കാനലഹു അജ്റു സനാ ഇവന് 1 കൊല്ലത്തെ കൂലി ലഭിക്കും. 1 കൊല്ലത്തെ കൂലി. ഏത് കൂലി? സിയാമിഹാ വഖിയാമിഹാ. എവിടെന്റെ ഹദീസ്? തുർമദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അര ദിവസം കൊണ്ട് 1 കൊല്ലത്തെ കൂലി. അര ദിവസം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഏതുപോലെയാണ്? ലൈലത്തുൽ അതിരാവിലെ വീട്ടിൽ നിന്ന് കുളിക്കാനുള്ള കാരണം ഉണ്ടാകുമെങ്കിൽ കുളിക്കാനുള്ള കാരണം ഉണ്ടാവുക, എന്നിട്ട് കുളിക്കുക. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. എന്നിട്ട് അതിരാവിലെ പുറപ്പെടുക, അതിരാവിലെ എത്തുക. എന്നിട്ടോ ഫമശാ നടന്നു പോവുക, വലം യർകബ് വാഹനത്തിൽ കയറാതിരിക്കുക, വദനാ മിനൽ ഇമാമി ഇമാമിനോട് പരമാവധി അടുത്താവുക, വസ്തമായ വേണ്ടത്ര ശ്രദ്ധിക്കുക, ഒരു ലഘുവായ അനാവശ്യം പറയാതിരിക്കുക. എങ്കിൽ ലഹു അജ്റു സനാ 1 കൊല്ലത്തെ കൂലി ലഭിക്കും. അതായത് സിയാമിഹാ വഖിയാമിഹാ. മനുഷ്യന്മാരെ 4 മണിക്ക് പുറത്ത് പോരേണ്ട ഓഫീസിൽ നിന്ന് 1 മണിക്കൂർ ഡ്യൂട്ടി എടുത്താൽ 2 മണിക്കൂറിന്റെ ഓവർ ടൈം കൂലി തരാന്ന് പറഞ്ഞാൽ ഇനി എന്നാ ഓവർ ടൈം എന്ന് മാനേജറോട് പറയും. ഇനി ഓവർ ടൈം ഉണ്ടോന്ന് നേരത്തെ പറയണേ എന്ന് പറയും. ഇത് എത്ര കൂലി ഇട്ടുള്ളൂ? ഈ മണിക്കൂറിന് 2 മണിക്കൂറിന്റെ കൂലി ഇട്ടെങ്കിൽ നമ്മൾ മാനേജർക്ക് ചായ വാങ്ങി കൊടുക്കും. നിങ്ങൾ വല്ല ഓവർ ടൈം ഉള്ള ദിവസം നേരത്തെ തന്നെ പറയും. ഇത് രാവിലെ മുതൽ ഉച്ച വരെ പണിയെടുത്താൽ എത്ര കൂലി? 1 കൊല്ലം. എന്റെ മുഹമ്മദ് നബി ഉണ്ടാവും അവിടെ, ഹൗദുൽ കൗസർ ഉണ്ട് അവിടെ. നമുക്കൊരു പേടിയില്ല. ഇത് റസൂലുള്ള പറഞ്ഞതാ. ഇത് സുനനുൽ അർബഅ രേഖപ്പെടുത്തിയ വളരെ സ്വഹീഹായ ഹദീസാണ്. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് തുർമദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് നസായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കൊല്ലത്തെ കൂലി. 1 കൊല്ലത്തെ കൂലി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഏറിയില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഒക്കെ പരിശോധിച്ച് നോക്കി, എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസാണ്. മനസ്സിലാവും നിങ്ങൾക്ക് പറഞ്ഞത്? 1 കൊല്ലത്തെ കൂലി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ബേജാറായി. 1 കൊല്ലത്തെ കൂലി അര ദിവസം കൊണ്ട് കിട്ടുക, ഹദീസ് ലൈഫാണോ ആവോ എന്നൊന്ന് പരിശോധിച്ച് നോക്കി. എല്ലാവരും രേഖപ്പെടുത്തി. സുനനുൽ അർബഅ മുഴുവനും ഈ ഹദീസ് രേഖപ്പെടുത്തി. ലഹു അജ്റു സനത്തിൻ സിയാമിഹാ വഖിയാമിഹാ. ഈ കാര്യം പള്ളി കമ്മിറ്റിയും ആലിമീങ്ങളും നടപ്പിലാക്കണം. കടലാസിലെ പുലി അത്, ഇത് പുല്ലൊന്നുമില്ല. ഇത് പള്ളി കമ്മിറ്റിയും ഉലമാക്കളും നടപ്പിലാക്കണം. ഇതിനെ വയറിൽ പറയാം, അത്യാവശ്യം നേരത്തെ വരിയെന്ന് പറയാം, എല്ലാവരോടും പറയാം. എന്നിട്ട് ഒരു 10 ആളെങ്കിലും നമ്മളെ മഹല്ലുകളിൽ സ്ഥിരമായി അതിരാവിലെ ജുമഅക്ക് വരുന്നവരുണ്ടാവട്ടെ. ജുമഅക്ക് നേരം വൈകി വരൽ ദായിമായാൽ അത് തഖീറു ഇത്യാനിൽ ജുമഅത്തി മിൻ അലാമാത്തി സാ. നേരം വൈകൽ ദായിമായാൽ അന്ത്യനാളിന്റെ അടയാളമാണ്. ഇത് നമ്മൾ ചിന്തിക്കുക, ഇത് പ്രധാനമായി മനസ്സിലാക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിപ്രധാനമായി ഉണർത്തിയ സംഗതിയാണ്. നേരത്തെ തന്നെ പോവാ. എന്നിട്ട് ഞാൻ നേരത്തെ പോകുന്ന വിഷയം ഈ ഭാഗത്തേക്ക് കിടക്കുന്നുണ്ട്. മുസ്തഫ നബി പറഞ്ഞു, അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുൽ ജുമുഅ ഖാമ അലാ കുല്ലി ബാബിൻ മിൻ അബ്വാബിൽ മസ്ജിദി മലായികത്തുൻ യക്തുബൂന അന്നാസ. എല്ലാ നേരം വെളുക്കുമ്പോൾ മലക്കുകൾ പള്ളിയിൽ വന്ന് നിറയും. എന്നിട്ട് അൽ അവ്വല ഫൽ അവ്വല അങ്ങനെ എഴുതി വെക്കും അവർ. ഫൽ മുഹജ്ജിറു ഇലൽ ജുമുഅ കൽ മുഹ്ദി ബദനാ. അതിരാവിലെ വന്നാൽ ഒട്ടകത്തെ കൊടുത്തതുപോലെയാണ്. സുമ്മല്ലദി യലീഹി കൽ മുഹ്ദി ബഖറ, പശുവിനെ കൊടുത്തതുപോലെയാണ്. സുമ്മല്ലദി യലീഹി കൽ മുഹ്ദി കബ്ശ, സുമ്മല്ലദി യലീഹി അദ്ജാജ, സുമ്മല്ലദി യലീഹി അൽ ബൈളാ. ഫൈറാ ജലസൽ ഇമാമു തുവിയത് സുഹുഫ് വസ്തമഉൽ ഖുത്ബ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. എങ്ങനെ എഴുതും? അവസാനം എഴുതും. ഏതുവരെ എഴുതും? ഫൈറാ ജലസൽ ഇമാമു, ഇമാം വന്ന് മിമ്പറിൽ കയറി കഴിഞ്ഞാൽ തുവിയത്തി സുഹുഫ്, ഏടുകൾ മലക്കുകൾ പൂട്ടിവെക്കുന്നതാണ്. പിന്നെ ജുമാന്റെ എഴുത്ത് എഴുതുകയില്ല. പേടിക്കണം കേട്ടോ.
ഇത് പേടിക്കേണ്ട വർത്താനാണ്. ഇതൊക്കെ ഇടും. എന്തെഴുതൂല? അന്ന് രാവിലെ മുതൽ ഉച്ചവരെ എഴുതാൻ അഡീഷണൽ സ്പെഷ്യൽ മലക്കിനെ ആര് ഏർപ്പെടുത്തിയിട്ടുണ്ട്? അള്ളാഹു. അവരത് എപ്പോഴുള്ളൂ അറിയോ? സുബഹി മുതൽ ഇമാമ മിമ്പറിൽ വന്നിട്ട് ഇരിക്കുന്നവരെ ഇരുന്ന് കഴിഞ്ഞാൽ തൂയത്ത് സുഹഫു, ആ ഏടവർ പൂട്ടും. ഏതേട് പൂട്ടല്ല, ഇതല്ല. മനസ്സിലായില്ല? മലായിക്കത്തുൻ നഹാർ മലായിക്കത്തിൽ വേറുണ്ട്, അതും പൂട്ടൂല. ഏതുപോലെ റമളാനിൽ ലൈലത്തുൽ ഖദറിലേക്ക്, പ്രത്യേക ലൈലത്തുൽ ഖദറിലേക്ക് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ, ലൈലത്തുൽ ഖദറിലേക്ക് പ്രത്യേക മലക്കുകൾ ഇറങ്ങി വരുന്ന പോലെ വെള്ളിയാഴ്ച രാവിലെ മുതൽ ഇമാം മിമ്പറിൽ കയറുന്ന വരെ പ്രത്യേക മലക്കുകളുണ്ട്. അവരിങ്ങനെ പള്ളിന്റെ വാതിൽക്ക് നിന്നുകൊണ്ട് ഇങ്ങനെ എഴുതും. ഇമാം മിമ്പറിൽ ഇരുന്നാൽ അവരെ കിതാബ് പൂട്ടും. അപ്പോൾ പിന്നെ പള്ളിയൊക്കെ വരുന്നവര് സ്പെഷ്യൽ റെക്കോർഡിൽ ഉണ്ടാവില്ല. നിങ്ങളാലേക്ക് ഈ ഒരു ഒറ്റ ഹദീസ് ചിന്തിച്ചാൽ ഇന്ന് സമുദായത്തിലെ 99% ആളുകളും അള്ളാഹുവിന്റെ ഈ സ്പെഷ്യൽ റെക്കോർഡിന്റെ പുറത്ത് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്ക്, എവിടെ നമ്മൾ എത്തിയത്? നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം നിങ്ങൾ ചിന്തിക്ക്. ഇമാം മിമ്പറിൽ ഇരുന്നാ പിന്നെ ഏടുകൾ പൂട്ടപ്പെടുന്നതാണ്. ഈ മലക്കുകൾ മിമ്പറിനെ പൊരിയുകയും അവര് ഖുത്ബയിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം, ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.